ഞങ്ങളെ പഴൂക്കര വന്നേക്കുവാ. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഒരു റീൽ എടുക്കാല്. ഞാനും അനുവും കൊറേ നാളായി കണ്ട്. അപ്പൊ ഞങ്ങൾ ഇവിടെ വന്നപ്പോ വിചാരിച്ച് ഒരു റീൽ എടുക്കാം, പിള്ളേർ ഉറങ്ങാം. അപ്പം ഡ്രസ്സൊക്കെ ഞങ്ങൾ ഇവിടെ സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. ഇത് ഞങ്ങളുടെ മുണ്ട്, ഞങ്ങളുടെ പാവാടയും ടോപ്പൊക്കെ ഞങ്ങൾ സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. മക്കൾ ഉറങ്ങുവാണ്. അന്ന പറപ്പിക്കുന്നുണ്ട് മക്കളിട്ടാണ്. നോക്കി എടി എന്തത് പറപ്പിച്ചൂടാ ഉറങ്ങണ്ടാവേ. എവിടെ ആരാരും മനസ്സിൽ നിന്നോളി ആ പാട്ടാണ് നമ്മൾ ഇപ്പോഴത്തെ ട്രെൻഡി പാട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അയന പാട്ടിയ ആ പാട്ട്. അപ്പൊ ഞങ്ങൾ ചിലപ്പോ ഔട്ട്ഡോർ ആയിരിക്കും ഞങ്ങൾ പോയി ചെയ്യാം. ഞങ്ങളിവിടെ നമ്മുടെ തറവാടിന്റെ അവിടെ പാടമുണ്ട്, അവിടെ പോയി ചെയ്യാന്ന് വിചാരിച്ചാണെങ്കിൽ. രാജു കളിയിലാണ് ഗായ്സ്. തുണിയില്ലാത്ത ചെറുക്കൻ കൊച്ചു കൊച്ചു ഹോത്തായാണ് ഇത്. ലവ് റൂമില് ഇല്ലേ, ഇത് ഞങ്ങൾക്കൊരു സ്പെഷ്യൽ അതിഥിനെ കിട്ടി. അപ്പൊ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല പുള്ളി വരുമെന്ന്. പുള്ളിനെ കാണിച്ചു തരാവേ. ഇതല്ല ഇത് ചെറിയ കഥ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് വാങ്ങണമെന്നോ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിട്ടിരുന്ന സമയത്ത്, ഇല്ലാണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് പിന്നെ അപ്പന് പള്ളിന്ന് ലേലം വിളിച്ച് കിട്ടിയതാ. പള്ളിയില് നമ്മ പള്ളിയില് കണ്ടിട്ടുണ്ട് കോഴീനെ, കായ, തേങ്ങ, ചേന, ഇതൊക്കെയാണ് ലേലം വിളിച്ചിട്ടുള്ളത്. വെറൈറ്റി ആയിട്ട് പുള്ളി ഡോബർമാന്റെ കുഞ്ഞിനെ. അത് എത്ര നാളായിരുന്നു പ്രായം? ഇതിപ്പോ കറക്റ്റ് പറയുകയാണെങ്കിൽ അതാണ് വേറെ ടിസ്റ്റ്. വാലന്റൈൻസ് ഡേ ആണ് ഫെബ്രുവരി 14 ആണ് അവൻ ജനിച്ചത്. എന്താ കുഞ്ഞാ? വാലന്റൈൻസ് ഡേ പേരിട്ടിട്ടില്ല. ഞങ്ങൾ വാലന്റൈൻസ് ഡേ റിലേറ്റഡ് ആയിട്ടുള്ള നല്ലൊരു പേര് സജസ്റ്റ് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാനത് നോക്കിക്കൊണ്ടിരുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും പേര് സജസ്റ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ കമന്റ് ബോക്സിൽ പറയുകയാണെങ്കിൽ നല്ലതായിരുന്നു. കുറെ നേരം നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്താ ഉദ്ദേശിക്കണു? വെറൈറ്റി പേരില് വേണം, ആർക്കും പറയാൻ പറ്റാത്ത പേര്. ഇവിടെ മെറ്റണ് കടിക്കും പിടിച്ച്. ഹായ് ഹായ് ഡോർമാന്റെ ഇത് കണ്ടിട്ട് നിനക്ക് എന്താ തോന്നുന്നത്? വല്ലതും നടപടിയാവോ? ഇതിപ്പോ താജ്മഹൽ നേരെ തുടങ്ങിയിട്ട് ഡാൻസ് പരിപാടി നമുക്ക് കൈ കൊറേ നേരം ഞങ്ങൾ നോക്കി നിക്കണ. ചിലത് ശരിയാണ്, ചിലത് ശരിയല്ലെന്ന് പറയുന്നത് ഇതാണ് ഗൈസ്. ഇത് നമുക്ക് കാര്യം ചെയ്യാം. ഇപ്പൊ തയ്യൽ കടയിൽ പോയി കഴിഞ്ഞാൽ തയ്ക്കാം. അച്ചു നടക്കോ? വേറെ ക്ലോത്ത് എങ്ങനെയാന്ന് അറിയില്ല. നമ്മ സാധാരണ മെഷീനെല്ലാം അടിക്കണേ. ഓ തയ്യല നമ്മളെപ്പോഴും ചെയ്യുമ്പോ പ്രൊഫഷണൽ ടച്ച് വേണം. വായ്പണി ചേർത്ത് കൈപ്പണി ആകട്ടെ. എങ്ങോട്ട് പോണേ? തയ്ച്ചയച്ച് എങ്ങോട്ട് പോണേ? ഇതിന്റെ അരുവത്തേ കൂടെ പോണം. അതല്ല, ഇവർക്ക് പറഞ്ഞ ഷേപ്പിനനുസരിച്ച് അടിക്കുന്നത്. അങ്ങനെയാണോ? അറിയോ? ശരിയാക്കി തരാട്ടാ. അമ്പടി ഇനിയിപ്പോ വേറെ ജോലിക്കൊന്നും പോണ്ട അല്ലേ? സച്ചു പുറമേക്ക് പോവാൻ വേണ്ടി ആലോചിക്കുന്നുണ്ട്. അപ്പൊ നാട് വിട്ടു പോകാനുള്ള. അപ്പൊ അവിടെ കാണുന്ന സായിപ്പ് വല്ലതും ഉണ്ടെങ്കിൽ കാണാ. അച്ഛന് തയ്പ്പാണെങ്കിലും അച്ഛൻ ചെയ്തോളും. എന്താന്ന് നോക്കിയ അതിനൊക്കെ ഉള്ളൊരു കഴിവ് അച്ഛനുണ്ട്. അച്ഛോ നമ്മളെന്തും ചെയ്യേണ്ടി പോയി ചെയ്യും.
4 പേരോട് ഒരു തുണി തയ്ക്കാൻ വേണ്ട, ഒരാള് വലിച്ചു കൊടുക്കാൻ. ഇത് അതിന്റെ ഉള്ളിൽ പിടിക്കണ്ട് മിഷൻ പോലെ. പക്ഷെ അച്ഛൻ അത് ഒരുപാട് പ്രയത്നിച്ച് സംഭവം ഓക്കെ ആക്കിയുണ്ട്. ഓക്കെ ഓക്കെ. ലോങ് വീഡിയോസ് വരും. ഇതിന്റെ ഇവിടെ കൊണ്ട് ഞങ്ങൾ അടിച്ചു പോകും. ശരിയാവും തന്നെ. ഇവിടുന്നില്ലേ? തീരുമാനമോ? തുണി കുരുന്നയാ? എങ്ങനെയുണ്ട് ഡിറ്റൻറ്റഡ് എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ്. നമ്മള് ബ്ലോഗായിട്ട് ഇപ്പൊ വരും, ഡാൻസ് കാണാൻ കഴിച്ചു. ഞങ്ങള് വീഡിയോ എടുക്കാൻ വേണ്ടി പോവാ. ഉമ്മാര് സമ്മതിക്കുമെന്ന് അറിയത്തില്ല. ആദ്യം ഞങ്ങൾ വിചാരിച്ചു വീട്ടിലെടുക്കാന്ന്, പിന്നെ വിചാരിച്ചു പുറത്തു പോകാൻ. ഞങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. എന്താണിത്? ഇത് കൊച്ചങ്ങൾക്ക് കിട്ടുന്ന തൊട്ടിലാണ്. അതിൽ ഏറ്റവും വലിയ പോത്തും കുട്ടി കയറി നാടണം ഇരിക്കണ്ടല്ലോ. ഞേ എങ്ങടാ പോണേ നമ്മ? ഞാൻ എന്നെ വിളിക്കണു, അവള് വിളിക്കണു. ഇത് തൊട്ടില്ല ആട്ടും. ചെല്ല് ഞാൻ ചെല്ല്, ഓടിച്ചില്ല ഓടിച്ചില്ലേ, അവിടെ തൊട്ടില്ല ആട്ടും. ദേ ഓടാ. എല്ലാരും കയറിയുന്ന കീറൂട്ടാ അത്. ഹായ് ടാറ്റന്നേ. വിളിച്ചേ എന്തോ അഞ്ചപ്പാ അപ്പയുടെ പൊന്നാണോ? മമ്മി ഇല്ല. ഒരുങ്ങിയ ഞങ്ങൾ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ എല്ലാം കഴിഞ്ഞപ്പോ തോന്നുന്നു ഇച്ചിരി വലിയ കമ്മലാണ്. നമ്മുടെ കുഞ്ഞി കമ്മലൊരു വലിയ കമ്മലാണ്. വലിയ ഒരുങ്ങിയൊക്കെ പോകുന്നുണ്ട്. എന്താവും അറിയാം. ഇതൊക്കെയല്ലേ ഒരു സന്തോഷം നമുക്ക്. പുഴ ഫിക്സ് ചെയ്താ ലൊക്കേഷൻ. ഇത് അന്നയുടെ സജഷൻ പ്രകാരമാണ് പുഴയിലേക്ക് പോണത്. ലൊക്കേഷൻ നല്ലതല്ലെങ്കിൽ ആ അന്ന പറയുന്ന ഒരു ലൊക്കേഷനിലേക്കാണ് ഇന്ന് പോവാന്ന് ഉദ്ദേശിക്കണേ. അന്ന പറയുന്നത് നല്ല സൺസെറ്റ് കാണാം, നല്ല നല്ല ആംബിയൻസ്. ഓക്കെ. ആ നാളെ ഏത് എക്സാം? 10ാം ക്ലാസ് ആയിരിക്കണേ ഇരിക്കണേ. എന്താവോ ഇന്ന് പഠിക്കട്ടാ. നമുക്ക് 2 ദിവസം കൂടിയുള്ള എക്സാം. അത് കഴിഞ്ഞിട്ട് നമ്മ അതിഭീകരമായ റീൽസിൽ അന്യം വരുന്നതാണ് ഞങ്ങളുടെ കൂടെ. ഓക്കെ, ഒരു വിക്ടറി അടിച്ചേ. യെസ്. ഓക്കെ. അന്നേനെ കൊണ്ടോണോ? അവനെ കൊണ്ടോണോ? അന്നേനെ കൊണ്ടോണോ? അയ്യോ എന്നോട് വരാൻ പറ. അയ്യോ അവരെ പിന്നെ ആര് നോക്കും? അതൊക്കെ നോക്കൂലേ. അതിനല്ലേ നമ്മുടെ ട്രൈപ്പോഡൊക്കെ നമ്മ പ്രാക്ടീസ് ചെയ്യില്ലേ. ചോക്കുണ്ട്. ഓക്കെ ഇറങ്ങാ. ലൊക്കേഷൻ അപ്പൊ അന്നക്കല്ലേ അറിയുള്ളൂ. അന്ന വന്നില്ലെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യും ഞങ്ങ? ഇല്ല അവള് നോക്കും. ഓക്കെ അപ്പൊ ഒരു ഹൈഫൈ. യെസ്. സ്പീക്കർ എവിടെ? ഫുൾ ടൂൾസ് ആയിട്ടാണ് പോണ പിള്ളേര് ഇങ്ങനെ. യെസ്. വാ. റെഡി സെറ്റ് ഗോ. 1. Come on, come on.
കുഞ്ഞുങ്ങളിവിടെ ഭയങ്കര റെഡി ആയിട്ട് എക്സൈറ്റഡ് ആയിട്ട് ചെയ്യാൻ തോന്നുന്നു. എവിടെ താക്കോലിന്റെ ആരാ വണ്ടി ഓടിക്കണേ? ഇന്ന് കുഞ്ഞിനാ വണ്ടി ഓടിക്കണേ? ഡ്രൈവിംഗ് സീറ്റിൽ ഇന്ന് സേയിച്ചിനുണ്ട്, പുറകിൽ ഇസാച്ചൻ. ഇസാച്ചൻ എന്താ നോക്കി ഒരു കുഞ്ഞ് റീൽ എടുക്കാൻ പോണ ആൾക്കാരെ കണ്ട. നമ്മൾ എന്ത് ചെയ്താലും പെർഫെക്റ്റ് ആയി ചെയ്യണം. എന്ത് നമ്മൾ എന്ത് കാര്യം ചെയ്താലും നല്ല പെർഫെക്റ്റ് ആയി ചെയ്യണം. അങ്ങോട്ടേക്ക് യാത്ര നമ്മളുടെ അന്ന പറഞ്ഞൊരു ലൊക്കേഷനിലേക്കാണ് പോണേ. പക്ഷെ അന്നയ്ക്ക് ഇന്ന് വരാൻ പറ്റില്ല, നാളെ എക്സാം ഉള്ളതുകൊണ്ട് അന്നയ്ക്ക് വരാൻ പറ്റില്ല. ചെറിയ വീഡിയോ, ഒരു ചെറിയൊരു റീൽ എടുക്കാൻ പോണ ഒരു പോക്കാണി കാണുന്നത്. ചെറിയ റീലാണെന്നുണ്ടെങ്കിൽ നമ്മ ഇന്ന് മാക്സിമം എഫേർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന് റിസൾട്ട് ഉണ്ടാവും. ആ ചെറിയ റീലാണെന്നുണ്ടെങ്കിലും അതിനൊരു എഫേർട്ട് എടുത്തിട്ട് അതിന്റെ റിസൾട്ട് വരുമ്പോ ഒരു ഹാപ്പിനെസ് ഇല്ലേ? അല്ലേ? അത് കിട്ടാൻ വേണ്ടിയാണ് ഈ എഫേർട്ടുകൾ എടുക്കണത്. ചെറിയ സന്തോഷം റീച്ചാവായിരിക്കും നമ്മുടെ ഒരു സന്തോഷത്തിന് നമ്മൾ ചെയ്യും. നമ്മത് മാക്സിമം ഔട്ട്പുട്ട് കൊടുക്കാം. അതിന് നമ്മ ഒരുങ്ങി കെട്ടി സെറ്റായിട്ട് ചെയ്യണ്ട. എല്ലാരും അവസ്ഥ രണ്ട് പിള്ളേരും വെച്ച് ടാസ്കാണ്. അതൊക്കെ പറഞ്ഞിട്ടില്ല, പക്ഷെ അതൊക്കെ ഒരു സന്തോഷമാണ് ഒരു കണക്കിൽ പറഞ്ഞ. പക്ഷെ ഒരു എന്റർടൈൻമെന്റ് ആണ്. പക്ഷെ ആദ്യം പ്ലാൻ ചെയ്തിരുന്നത് ഇങ്ങനെ ആയിരുന്നില്ല കേട്ടാ. ആദ്യം വീട്ടിൽ തന്നെ ചെയ്യാം അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെ അവര് ഉറക്കത്തിൽ നിന്ന് എനിക്ക് നല്ല ഉഷാറായി കഴിഞ്ഞപ്പോ ഒന്ന് ഔട്ട്ഡോർ പിടിക്കാം. അങ്ങനെയാണ് ലൊക്കേഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടി പോണ. ഒരു ലൊക്കേഷൻ അന്നാമ്മ പറഞ്ഞിട്ടുണ്ട്, അതിലേക്ക് ഒന്ന് പോയി പോയോണ്ടിരിക്കാണ്. ബാക്കിയുള്ള വിവരങ്ങൾ വീഡിയോയുടെ ബാക്കി കാണുന്നതായിരിക്കും. യെസ്, കൂടെ അച്ഛണ്ട്, ഞാനുണ്ട്, അനിത്യയുണ്ട്, പിന്നെ ഞങ്ങളുടെ രണ്ട് കുട്ടി മണീസ്. ഒരു പരിപാടിയില്ലേ, നോമ്പായതുകൊണ്ടാണ് താടി മുട്ടിയിട്ടൊന്നും പറ്റാതെ. നോമ്പ് എടുത്തിട്ടില്ല, നോമ്പ് എടുത്തിട്ടില്ല, താടി മുടി മാത്രമേ ഉള്ളൂ. താടിക്ക് മുടി മാത്രം നോമ്പ്. അതൊക്കെ നോമ്പല്ലേ ഗൈസ്. സ്ഥലത്തി നമ്മുടെ ഏറ്റവും ചെറുതിലെ മുതല് കളിച്ച് ചിരിച്ച് നടന്നേക്കണ ഒരു പുഴ വരാനൊക്കെ വന്നേക്കണ സ്ഥലം. വെള്ളം കയറി കിടക്കണോ? അങ്ങോട്ട് ഇറക്കിടാൻ പറ്റുമോ? ഇവിടെ വീട് ക്ലോസ് ചെയ്തിട്ടുണ്ടല്ലോ വീട്. ഇതെവിടെയാ? നമ്മൾ നമ്മുടെ ലൊക്കേഷനിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. യെസ്, ബാക്കി ശേഷം അവിടെ ചെന്നിട്ട് ലൊക്കേഷൻ കാണിച്ചാ കിട്ടില്ല സ്ഥലമാണ്. പിള്ളേരെ ഡാൻസ് കളിപ്പിക്കാൻ ടൂൾസ് ഒക്കെ ഇത് കഷ്ടപ്പാടാണ് ചേട്ടാ. ഒരു വീഡിയോ എടുക്കാൻ പിന്നെ അവരുടെ ഒരു സന്തോഷല്ലേ, ഇതൊക്കെ നമുക്ക് കൊണ്ട് പറ്റുള്ളൂ. ചെയ്ത് തുടങ്ങന്നെ. ഓ പണ്ടത്തെ ഒരു ടയർ കമ്പനി ഇപ്പോഴും ഉണ്ടാവും. ഇപ്പോഴും അറിയില്ല, ഉണ്ടെന്ന് തോന്നുന്നു. ഇല്ലാന്നോ അടച്ചു കൂട്ടി എടുക്കാം. മുന്നേ പ്രളയത്തിന് മുന്നേ വരെ ഉണ്ടായിരുന്നു തോന്നുന്നു, ഇപ്പൊ കാണാനില്ല. ഇതാണ് ഞങ്ങ പറഞ്ഞ പുഴ. ഞങ്ങൾ ചെറുതിലെ ഇവിടെ കൊറേ കക്ക വാരാനും വെക്കേഷൻ വരും. അമ്മയുടെ വീട്ടില് വെക്കേഷൻ വരുമ്പോ കക്ക വാരാനും കളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അമ്മാവനെ പറ്റിച്ചിട്ട് വരും. കക്ക വാരാനൊക്കെ വേണ്ടി വന്നിരുന്ന സ്ഥലമാണ്. പുഴ ശരിക്കും കേറിയില്ലേ? കഴിഞ്ഞ പ്രളയത്തിന് ശേഷം ശരിക്കും കേറി. ഇതിനേക്കാളും കൂടുതൽ തിണ്ടുണ്ടായിരുന്ന പുഴ ഇങ്ങനെ കേറി കേറി വരാം. ഫുട്ബോൾ കളിയൊക്കെ ആരൊക്കെയുണ്ട്? വോളിബോൾ കളിയൊക്കെ ഭായിമാരാണ്. നമ്മുടെ പിള്ളേരാണല്ലോ. വൈകുന്നേരം വോളിബോൾ ഇവിടെ നമ്മൾ പ്രതീക്ഷ പോലെയല്ല, ഇവിടെ നിറച്ച ആൾക്കാരുണ്ട് വോളിബോൾ കളിച്ചോണ്ടിരിക്കാണ്. കാരണം ആൾക്കാരും വരില്ലല്ലോ ഇവിടെ. ഇപ്പോ ആകെ മൊത്തത്തിൽ വോളിബോൾ കളിയും കാര്യങ്ങളാണ്. സാധാരണ ഇപ്പൊ പറമ്പിൽ കളിയും കാര്യങ്ങളൊന്നും ഇല്ല, കാണുന്നില്ല. അതൊക്കെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കിട്ടുന്നൊരു അടിപൊളി മൊമെന്റ്സാണ്. നമുക്ക് നമ്മുടെ പണി നോക്കാം. ലൊക്കേഷൻ ഇതാണ്, നോക്കാം. അച്ഛന്റെ പോയിട്ട് ഇതേ എടുക്കണേ, ഇതവരുടെ തന്നെയാ.
എന്റെ പൊന്നെ സന്തോഷമായി. വീട് എടുത്തിട്ട് അതിന്റെ ഉള്ളിലേക്ക് പോയിരുന്നേ ബോട്ടിന്റെ. ഓ അങ്ങനെ ഞങ്ങൾ ഫൈനലി ഒരു സ്ഥലം പ്ലേസ് ചെയ്തേക്കാണ്. അവിടെ ഞങ്ങൾ ആദ്യം പ്രതീക്ഷിച്ചിരുന്നേ, പക്ഷെ അവിടെ ഭയങ്കര കളിയാണ്, എല്ലാവരും ഭയങ്കര. ഇനി നമുക്ക് ഇവിടെ റീൽസ് ഇവിടെ ഓക്കെ അല്ല നിങ്ങൾക്ക്? ഇവിടെ ഓക്കെ ആണെന്ന് പറയണേ. ഈ പ്ലേസിൽ നമുക്ക് ചെയ്തു നോക്കാം. എങ്ങനെയുണ്ട് ലൈറ്റിംഗ് ഒക്കെ? കുഴപ്പമില്ല. ആദ്യം എന്തായിരുന്നല്ലേ ഇവിടുന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തോരം കുളിച്ചേക്കണേ. ഇവിടൊക്കെ മണ്ണും തിട്ടൊക്കെ ആകെ കാടൊക്കെ പിടിച്ചു. നല്ല പ്ലെയിൻ ആയിട്ട് കിടന്നിരുന്ന സ്ഥലമാണ്, അടിപൊളി സ്ഥലമായിരുന്നു. പക്ഷെ ഇപ്പൊ ആകെ കാട് പിടിച്ചാൽ കടവൊന്നും ഇല്ലല്ലേ കുളിക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് ഗൈസ് ഇത് ഞങ്ങളെ പ്രാക്ടീസ് സെഷനാണ് ഗൈസ്. ഇത് ഞങ്ങളെ ട്രയൽ വീഡിയോ മാത്രമാണ് ഗൈസ്. ഞങ്ങളുടെ നല്ല വീഡിയോ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ ഷോർട്സിനുണ്ട്. അപ്പോൾ എല്ലാവരും പോയി കാണാം. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ഞങ്ങളുടെ കൂടെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പം